ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടനാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. കുട്ടൻ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് ഒരു 3 വലിയ സവോള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് നല്ല ബ്രൗൺ കളർ ആയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തു. അതും ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ നമ്മുടെ സവോള നമ്മൾ കറിക്ക് വഴറ്റുന്ന സമയത്ത് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റണം എന്നാണ് പറഞ്ഞത്. അതായത് അല്ലെങ്കിൽ അതിന് മധുരിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാകും. നല്ലോണം ബ്രൗൺ കളർ ആയാലും മധുരിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് കുരുമുളകും ഇട്ട് കൊടുത്തു. പിന്നെ ചിക്കൻ മസാലയും ഒന്ന് മൂത്തതിന് ശേഷമാണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തത്. അപ്പോൾ മുമ്പ് ഗൾഫിലുണ്ടാകുന്ന സമയത്ത് വെച്ച ചിക്കൻ കറിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് വെക്കാൻ കയറിയത്. അപ്പോൾ അതും കൂടി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3 വലിയ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. സാധാരണ ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളിയും കൂടി അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാറാണ് ചെയ്യാറ്. ഇതിപ്പോൾ ഇതെല്ലാം മൂത്തതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുത്തത്. എന്നിട്ട് തക്കാളി നല്ലോണം അലിഞ്ഞ് മസാലയിലേക്ക് ചേരുന്നവരെ നല്ലോണം വഴറ്റിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കനിൽ കഴുകി വൃത്തിയാക്കി വെച്ച 2 കിലോ ചിക്കനിലേക്ക് എന്താ പറയുക ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊരു ഏകദേശം ഒരു അരമണിക്കൂറോളം മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സാക്കി വെച്ച ചിക്കൻ നമ്മൾ ഈ മസാലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മസാലയിലേക്ക് ചിക്കൻ നല്ല മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ വേവിച്ചെടുക്കാമെന്നുള്ള പരിപാടിയാണല്ലോ ഉള്ളത്. അപ്പോൾ ചിക്കൻ ഒരു പാതി വെന്ത സമയത്ത് അതിലേക്കൊരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. അപ്പം ചിക്കൻ്റെ ഫുൾ വേവാകുമ്പോഴത്തേക്കും ഈ ഉരുളക്കിഴങ്ങും ഫുൾ വേവാകും. ഈ സമയത്ത് നമ്മളൊരു എന്താ പറയുക നാരങ്ങ പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിയ നാരങ്ങയുടെ 2 മുറിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു അരമുറിയുടെ പാതി തേങ്ങ, അരമുറി തേങ്ങയുടെ പാതി തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പച്ചക്കാണ് ഇട്ടത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുന്നു. അതിനുശേഷം അടച്ച് വെച്ച് വെള്ളം വറ്റി പാകമാകുന്ന സമയത്ത് ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.